നോക്ക ഈ വെട്ടിലാണ് എന്റെ കഴിവ് തെളിയിക്കണ്ടിട്ടാ. ആ ഇത് കഴിഞ്ഞടാ. എടാ എടാ എന്റെ പെണ്ണുങ്ങൾ ഇമ്മാനെ നാണം കെടുത്തില്ല. ഓലൊക്കെ 1 മണിക്കൂർ വെച്ച് മുട്ടണത് നാട്ടിച്ചടാ. ആകെ സീനായി. 1 മണിക്കൂർ 1.5 മണിക്കൂർ എടുത്ത് വെട്ടുന്ന മീനത്. 1 മിനിറ്റ് ആയില്ല, 40 സെക്കൻഡ്. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാ. ആളെ കീസ് കുടിച്ചോ ബാബു, കീസ് കുടിച്ചു കൊടുക്കേ. എന്താണ് കട്ടക്ക് കറക്റ്റ് എണ്ണിക്കട്ടെ. അളവ് തെറ്റിയിട്ട് കബറ ആളിക്കട്ടോ. റാത്തുപാലം കിടക്കൂല. നിങ്ങൾ പോയി കണ്ട ഫ്രിഡ്ജിന്റെ ഡോർ തുറന്നു നോക്കി. നിങ്ങൾ തിങ്ങി നോക്കിക്കണേ. ഞമ്മക്കത് ഇത് 4 കൂട്ടർക്കുള്ളതാണ്, ഞമ്മക്കല്ല. 4 ഒക്കെ 4 കവറ്. ഇന്നേ ഇത് മുഴുവൻ ഫ്രിഡ്ജിക്ക് വെച്ചിട്ട് ഫ്രിഡ്ജിന്റെ ഡോർ അടക്കണ്ട കേട്ടാ, ഫ്രീസറിന്റെ. എല്ലാരും കണ്ടോട്ടെ. ഓരി വെക്കല് കറക്റ്റ് ഓരോ പീസ് നോക്കി എടുക്കണേ. ചെറുത് വലുത് എല്ലാ കവർക്കും ഒരേപോലെ ആവാൻ വേണ്ടിട്ട്. ഇങ്ങനത്തെ ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഗൈസ് നിങ്ങള്. സമയം എത്ര? സമയം 2:30. നട്ടപ്പാതിരാക്ക് 2:30 മണിക്ക് ബീച്ചിൽ നിന്നാണ് കസാല ഇരുന്ന് കണ്ട് ചായ കാച്ചിയാണ്. ചായ ബിസ്ക്കറ്റ്, അത് എന്ത് ചായ? വെറൈറ്റി ചായ ഉണ്ടോ? എന്താണ് ജിഞ്ചർ ഹണി, ഹോർലിക്സ്, ഫുള്ള് സെറ്റപ്പ് ആണ്. ഇതിന്റെ കൂടുതൽ ബോള് ഫ്രീ കിട്ടിക്കണ്. വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കോ. ഇതാണ് അപ്പൊ ബാബു എന്തിനാണ് നമ്മൾ ഇങ്ങോട്ട് ബന്ധം കൂടി പറയും? വെറുതെ ബീച്ചില് ഒലക്കന്റെ മൂടാണ്. വെറുതെ ബീച്ചില്. സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കൂട്ടത്തിൽ ഒരു തെങ്ങക്കരക്കാരൻ ജുനൈദ്, കട്ട ജുനൈദ്, ഓന് മീൻ മാർക്കറ്റിൽ പണിയിട്ടിരിക്കണേ. അപ്പൊ ഇന്ന് വൈകുന്നേരം ഓനെ വിളിച്ചപ്പോ ഓൻ പറഞ്ഞ് നാളെ രാവിലെ 4 മണിക്ക് മാർക്കറ്റിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ല ചെറിയ പൈസക്ക് നല്ല കിടുക്കാച്ചി പെട്ടക്കട മീൻ നിങ്ങൾക്ക് സംഘടിപ്പിച്ച് തരാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആ വാക്കും കേട്ട് പോകുന്നതാണ് കേട്ട്. ഇവനെ പിന്നെ പെണ്ണുങ്ങൾ പുറത്താക്കിയതാണ്. ഇന്നലെ പെണ്ണുങ്ങളെ എന്തോ പ്രശ്നം ഉണ്ടായിക്കാണ്ട് ഇന്ന് പെരെ കയറാൻ പറ്റൂല അറിയാണ്ട് അവിടെ വന്ന് കാണ്ട് തിരിഞ്ഞു കളിച്ചിനി. അതങ്ങനെ പോകുന്നതാണ്. ഇവന്റെ പെണ്ണുങ്ങൾ പിന്നെ വോട്ടാണ് പറഞ്ഞാണ് വോട്ട് ചെയ്യാൻ വേണ്ടി ഓന്റെ പെണ്ണുങ്ങൾക്ക് പോയത്. അപ്പൊ വന്നിട്ടില്ല. ഇവന്റെ പെണ്ണുങ്ങൾ ഇവന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇവന്റെ കൂട്ടിന്റെ മുട്ടറച്ചിക്കണേ. സുന്നത്തല്യാണം കഴിഞ്ഞിക്കണേ. അപ്പൊ കുട്ടി തുളച്ചിട്ട് പെരി നിൽക്കാൻ പറ്റില്ല. പിന്നുള്ളത് ഞാനാണ്. എന്റെ ഭാഗത്തും വേണമെങ്കിൽ ഓളാങ്ങളുടെ കല്യാണമാണെന്ന് പറഞ്ഞാണ്ട് ഓളോട് പോയിട്ട് 2 ദിവസം ആയിക്കണേ. അപ്പൊ ആരുമില്ല, എല്ലാരും അനാഥരാണ് ഇപ്പം. അപ്പൊ ഇങ്ങനെ വൈബായിട്ട് ഇങ്ങനെ പോകുന്നതാണ്. ഇനിയിപ്പോ ഇവിടെ ചായയൊക്കെ കാച്ചി കുടിച്ച് മീൻ ബോട്ട് ഇനി ഒന്ന് പൊന്തിച്ചു നോക്കും. ആവശ്യമുള്ള നേരത്തെ പൊന്തിച്ചു നോക്കൂല. ഇപ്പൊ തളച്ച് ചായപ്പൊടി ഇടണ്ടേ? എന്താ അല്ലടാ ഇത് പെരുന്തോളം ആക്കണ്ടടാ. എന്താ എനിക്ക് സ്പെഷ്യലാ? എന്റെ എന്താണ് തന്തവൈബ് മൂലയില് എന്താണ് ചുക്കാപ്പിയോ? പാൽപ്പൊടി ഉണ്ട്. അല്ല ഇതെന്താണ്? ജിഞ്ചറാണ്. ജിഞ്ചറ ചങ്ങ ഈ പ്ലേറ്റ് അടക്കം ഇതാവും. ഇത് ലിപ്റ്റനോ? ജിഞ്ചറ്, അത് ചായപ്പൊടി. പേപ്പർ കത്തിന് അവിടെ കേടു ചായ കിട്ടടോ. ആ കത്തിയത് എത്തടി കുരിപ്പേ. ആ കത്തിയത് എടുത്ത് ചായ കിട്ട്. കരിയില ചായടാ. അപ്പൊ എന്തായാലും ഞങ്ങൾ ചായ കുടിക്കട്ടെ. ഇതെന്താണ് ഇത്? കാക്ക ഇത് തലേ ഇത് വീണ്ടും തന്തവൈബായി. അപ്പൊ ഞങ്ങൾ ഏതായാലും ചായ കുടിച്ചിട്ട് ഇനി മീൻ മാർക്കറ്റിലേക്കാണ് പോട്ടെ. മീനവിടെ വന്നിക്കണോ, ബോട്ട് ഇറങ്ങിക്കണോ, ബോട്ട് കയറിക്കണോ ഒക്കെ നോക്കട്ടെ കേട്ടാ. അങ്ങനെ ഞങ്ങൾ ജൂലിന്റെ അടുത്തെത്തി. എന്താ വില? വില എന്താ പറയും? വില പറയും 6000. ഒരു ബോക്സ് 6000 രൂപ. 6000 രൂപ അല്ലാണ്ട് ഞങ്ങളെ അയക്കറോടെ 4 മണിക്ക് സമയം 4 മണി 4:10 ഞങ്ങൾ വിളിച്ചു വരുത്തിയിട്ട് അയക്കുറുണ്ട് അവലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതില 6000 രൂപയല്ലേ. എന്ത് പരിപാടിയോടത്?
അപ്പോൾ ഗൈസ് നമ്മളെ ബേപ്പൂർ മാർക്കറ്റ് അതൊരു വൈബ് തന്നെ കേട്ടോ. വേറൊരു അനുഭൂതിയാണ് അവിടെ ഓരോരുത്തർ കച്ചവടം ചെയ്യുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടത് എല്ലാവരും ഭയങ്കര സഹകരണവും ഒത്തൊരുമയൊക്കെ കേട്ടോ. ഒരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാം ഇപ്പോൾ നമ്മൾ പറയുന്നില്ല. ഈ കാണുന്ന ബോട്ടുകളൊക്കെ ഇപ്പോൾ ഇന്നലെ രാത്രി അവിടെ മീനുമായി വന്ന ബോട്ടുകളാണ്, ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾ ഇതേപോലെ ഒരു ദിവസം സുബിക്ക് 4 മണിക്ക് നീച്ചിങ്ങിട്ട് പോരി, ഭയങ്കര രസമാണ്. ഇതൊക്കെ കണ്ടില്ല, ഓരോരുത്തരും മീൻ വാങ്ങിയിട്ട് കൊണ്ടുപോവാണ് അതുപോലെ നാട്ടിൽ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലൊക്കെ കൊട്ടക്കണക്കിന് വാങ്ങിയിട്ട് നമുക്കിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതേപോലെ സൈഡിൽ ഇങ്ങനെ ചെറിയ കച്ചവടക്കാർ കാണാം. തോണിക്കാരുടെ അടുത്ത് നിന്ന് കുറച്ച് മീൻ എടുത്ത് കണ്ട് അവിടെ തന്നെ വെച്ച് വിൽക്കുന്ന അവരുടെ അടുത്ത് നിന്ന് നമുക്ക് മീൻ വാങ്ങാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ ഹോൾസെയിൽ ഇങ്ങനെ വാങ്ങണം, കൊട്ടക്കണക്കിന് വാങ്ങണം. അതിപ്പോൾ ഏതായാലും നമുക്ക് പറ്റില്ലല്ലോ, നമുക്ക് ചെറുതല്ലേ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ചെറുത് വിൽക്കുന്ന ആൾക്കാർ അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. കിട്ടിയാ ഇതാണ് നമ്മളത്. നമ്മളെ കാട്ടജൂനത്ത് പറഞ്ഞേ അയിലുള്ളൂ അയിലുള്ളൂ. അയിലൊക്കെ ഇപ്പൊ ഈ ഉറക്കം വെച്ചാണ് ഇങ്ങോട്ട് വരണ്ട. അല്ലാതെ ഒരു ലോകാണ് കേട്ടോ, ഇവിടെ വന്നാ പിരാന്താവും. അപ്പോൾ തോണിസ് ഞാൻ വീണ്ടും പറയുകയാണ്, ഇതുവരെ ബേപ്പൂർ മീൻ മാർക്കറ്റിൽ രാവിലെ 4 മണിക്ക് നീച്ച് വരാത്ത ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും വരണം കേട്ടോ. ഈ കാണുന്ന ബോട്ടുകളൊക്കെ ഇന്നലെ രാത്രി ഇവിടെ കരക്ക് വന്ന ബോട്ടുകളാണ്. ഇതിൽ നിന്നൊക്കെ മീൻ പുറത്തിറക്കിയിട്ട് അതൊക്കെ ഇവിടെ സെയിൽ ചെയ്യുന്നത് കാണാൻ ഒരു പ്രത്യേക രസമാണ്, ഒരു വൈബാണ്. പല സൈസ് പല ജാതി മീനുകൾ ഇവിടെ ഉണ്ട്. എന്തൊക്കെയോ സാധനങ്ങൾ നമുക്ക് തന്നെ കണ്ടാൽ പിരാന്തായി പോകും. നമ്മൾ സാധാരണ ഈ മത്തി അയിലൊക്കെ വാങ്ങിയിട്ടുള്ള പരിചയമല്ലേ ഉള്ളൂ. എന്നാലും ഞങ്ങൾ എന്തൊക്കെയോ വാങ്ങി കൂട്ടിയിട്ടുണ്ട്, പേര് പോലും അറിയാത്ത സാധനം. ഇതെന്ത് സാധനോ? ആര് പരിപ്പാടിയോ? എത്ര കൊടുക്കാം? 2500 പോലെ തരൂലടാ. ആ നിലത്ത് കിടന്ന മീൻ വേറൊരാൾ വാങ്ങി വെച്ചതായിരുന്നു ഗൈസ്. അതൊരു വണ്ടിമേ കയറ്റി അങ്ങോട്ട് കൊണ്ടുപോയി. അങ്ങനെ ഒരുപാട് ആളുകൾ ഈ കച്ചവടം നടത്തുന്നത് കാണാതെ തന്നെ ഭയങ്കര രസമാണ്. ഞാൻ വീണ്ടും പറയുകയാണ് ചെങ്ങന്മാരെ, ഇടയ്ക്കൊന്ന് വന്ന് നോക്കിക്കോളി, ഇത് കണ്ടോളി, ഇവിടുന്ന് നല്ല മീൻ വാങ്ങിക്കാണ്ട് പോയിക്കോളി. ഞങ്ങളതൊക്കെ നോക്കി നിൽക്കുന്നതിൻ്റെ അടിയിൽ നേരം വെളുത്തത് അറിഞ്ഞില്ല. പരുന്ത് ഞാൻ നേരത്തെ പറയാം ഭയങ്കര സഹകരണമാണെന്ന്. പരുന്തിന് വരെ സഹകരണമാണ്. പരുന്ത് വരെ വന്നുകാണ്ട് മീൻ എടുത്തിട്ട് കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ കണ്ടതും കേട്ടതും ഒന്നല്ല മീൻ കച്ചവടം. ഇവിടെ വന്നാലേ മീൻ കച്ചവടം എന്താണെന്നുള്ള അറിയുള്ളൂ. ലക്ഷങ്ങളുടെ സാധനമെല്ലാം മറിയുന്നത് വേറെ ലെവൽ. ഞങ്ങൾ വാങ്ങിക്കൂട്ടി കുറേ. ഒരു ഫോട്ടോക്കിൽ എടുക്കട്ടെ, നോക്കെ ഈ വെട്ടിലാണ് എന്റെ കഴിവ് തെളിയിക്കേണ്ടിട്ടാ. അതിനനുസരിച്ച് വെട്ടിക്കോ. റൗണ്ട് തീർന്നാ എടാ. എടാ മുത്തിമാനെ മാനം കെടുത്തില്ലേ? ഇത് കഴിഞ്ഞടാ. എടാ എന്റെ പെണ്ണുങ്ങൾ ഇമ്മാനെ നാണം കെടുത്തില്ല. ഓലൊക്കെ 1 മണിക്കൂർ വെച്ച് മുട്ടണത്. നാട്ടിച്ചടാ, ആകെ സീനായി. 1 മണിക്കൂർ 1.5 മണിക്കൂർ എടുത്ത് വെട്ടുന്ന മീനത്. 1 മിനിറ്റ് ആയില്ല, 40 സെക്കൻഡ്. അത് തൂക്കിയാ എത്ര? 4 കിലോണോ? 4 കിലോണോ? ചെറുതാക്കിട്ടല്ലേ? ആ
കറക്റ്റ് കിട്ടില്ല എന്നുണ്ടെങ്കിലേ ബാവുകൊണ്ട് ഒരുക്കണേ. ഹലോ ഇമ്മ, ആ ഫ്രിഡ്ജിന്റെ മേലത്തെ ഫ്രീസറിന്റെ ഡോറങ്ങോട്ട് തുറന്നുവെച്ചാളിട്ടാ. ആ പൂട്ടണ്ട, ഫുള്ള് ക്ലീൻ ആക്കി വെച്ചാളി. ആ അടിയത്ത് തുറന്നുവെച്ചാളി. കത്തിക്ക് മൂർച്ചാക്കി വെക്കിട്ടാ. ഞങ്ങളിതാ പറന്ന് വരണേ. കഴിഞ്ഞ 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 ഞാൻ ആരാ ഒരുക്കണേ? ബാബു ഒരു കിട്ടാ. പുതിയ ഒരുക്കെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാ. ആളെ കീസ് കുടിച്ചോ ബാബു, കീസ് കുടിച്ചു കൊടുക്കേ. എന്താണ് കട്ടക്ക് കറക്റ്റ് എണ്ണിക്കട്ടെ. അളവ് തെറ്റിയിട്ട് കബറ ആളിക്കട്ടോ. റാത്തുപാലം കിടക്കൂല. നിങ്ങൾ പോയി കണ്ട ഫ്രിഡ്ജിന്റെ ഡോർ തുറന്നു നോക്കി. നിങ്ങൾ തിങ്ങി നോക്കിക്കണേ. ഞമ്മക്കത് ഇത് 4 കൂട്ടർക്കുള്ളതാണ്, ഞമ്മക്കല്ല. ഇന്നേ ഇത് മുഴുവൻ ഫ്രിഡ്ജിക്ക് വെച്ചിട്ട് ഫ്രിഡ്ജിന്റെ ഡോർ അടക്കണ്ട കേട്ടാ, ഫ്രീസറിന്റെ. എല്ലാവരും കണ്ടോട്ടെ ഇത്ര തോന്നെ മീനുള്ളത്. പിന്നെ അത് മാത്രല്ല, അല്ലെങ്കിൽ ആരെങ്കിലും വരുമ്പം ആ ഫ്രിഡ്ജൊക്കെ ഒന്ന് തുറന്നു നോക്കാൻ പറഞ്ഞാളേ. കറക്റ്റ് ആയിക്കോട്ടെ. അളവ് തെറ്റത്തിട്ട് പോലെ നമ്മൾ 4 ആൾക്കാരുള്ളത്, 4 ഒരേപോലെ ആവണം. അല്ലെങ്കിൽ നരകത്ത് പോവാ മാത്രല്ല കബർ ആളിക്കൊത്തും. പേരെത്താണ് കോലി. അത് കോലി ഉണ്ട്, അതേപോലെ അയക്കുറുണ്ട്, ആവോലി ഉണ്ട്. ഇതിന്റെ പേരെന്താ? കരിമ്പിലോ അങ്ങനെ എന്തോ ഒരു സാധനം. അതായത് കറുത്ത കരിമീന് അതാണ്. പിന്നെ അയിലതാ, ചെമ്മീൻ. കരിമീനല്ല, കറുത്ത ചെമ്പല്ലി അല്ലേ? ഇത്രയും സാധനം ആണ് സെറ്റാക്കി ഓരി വെക്കല്. കറക്റ്റ് ഓരോ പീസ് നോക്കി എടുക്കണേ. ചെറുത് വലുത് എല്ലാ കവർക്കും ഒരേപോലെ ആവാൻ വേണ്ടിട്ട്. അല്ലാതെ മതി. അയില 2 ബാക്കിയുണ്ട് ഊരിച്ചപ്പോ. ചെമ്മീൻ ഇപ്പൊ എണ്ണണ്ടി വരില്ലേ പുതിയിലെ? ചെമ്മീൻ എണ്ണി കൊടുക്കേണ്ടി വരും കേട്ടോ. ചെമ്മീൻ അളക്കാൻ പ്രത്യേകം അളവ് തെറ്റാൻ പാടില്ല. ചെമ്മീൻ ഇതും ചെത്തുകാട്ട് ഇത് തൂക്കി വെക്കേണ്ടത്. പലത് പല സൈസല്ലേ. മറ്റേതാ ബാക്കിയുള്ളത് ആ ട്രോസ് ഇട്. അപ്പൊ ഗൈസ്, മീൻ വാങ്ങുമ്പോ ഇതേപോലെ പോയിക്കാണ്ട് വാങ്ങിക്കാണ്ട് കൊണ്ടുവന്നാണ്ട് ഒരിച്ചാണ് കൊണ്ടുപോകണം. ഇനി ഒരാഴ്ചക്കുള്ള മീൻ ഇവിടെ ഉണ്ട്. ഇനി ഒരാഴ്ചക്ക് മീൻ വാങ്ങണ്ട. ബൈബാണ് കണ്ട.